ഹലോ ഫ്രണ്ട്സ്, travelstayandfoodന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര സൂര്യയിലേക്കടുത്തുള്ള കൊളുക്കുമലയിലേക്കാണ്. സൂര്യയിലെ ടൗണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്ററോളം കാണും കൊളുക്കുമലയിലേക്ക്. ഞങ്ങൾ താമസിച്ച ടെൻറ്റ് ക്യാമ്പിങ്ങിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് കൊളുക്കുമല വ്യൂ പോയിന്റിലേക്ക്. നിലവിൽ ജീപ്പിന് മാത്രമാണ് ഇവിടെ പ്രവേശനാനുമതി ഉള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ സ്വന്തം ബൈക്ക് കൊണ്ട് തന്നെ നമുക്ക് കൊളുക്കുമലയിൽ കയറായിരുന്നു. ഒരു 6-7 കിലോമീറ്ററോളം സീൻ ഓഫ് റോഡാണ്. തലേ ദിവസം തന്നെ ഞങ്ങൾ ജീപ്പ് ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ താമസിച്ച ടെൻറ്റ് ക്യാമ്പിങ്ങിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് 1 മണിക്കൂറോളം വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം തിരികെ ക്യാമ്പിങ്ങിൽ തന്നെ കൊണ്ടുവന്നാക്കും. സൂര്യോദയം കാണണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും വെളുപ്പിന് 5 മണിക്ക് തന്നെ റെഡിയായി ഇറങ്ങി. കൊളുക്കുമലയിലേക്കുള്ള റോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസ് എഴുതി കൊടുത്തതിന് ശേഷമാണ് മുകളിലോട്ട് പോകുന്നത്. ആദ്യമൊക്കെ മരങ്ങൾക്കിടയിലൂടെ കുഴപ്പമില്ലാത്ത റോഡായിരുന്നു. പിന്നീട് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലെത്തിയപ്പോൾ റോഡിൻ്റെ രൂപവും ഭാവവും മാറി തുടങ്ങി. ജീപ്പിനുള്ളിലിരുന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വലയാൻ തുടങ്ങി. ആദ്യമൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു, പിന്നീട് അങ്ങോട്ട് ശീലമായി. കാരണം ബാക്കിയുള്ള ദൂരം മുഴുവൻ ഇതിനേക്കാൾ മികച്ച ഓഫ് റോഡായിരുന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂറോളമുള്ള ഓഫ് റോഡ് യാത്രക്കൊടുവിൽ ജീപ്പ് ഒരിടത്ത് കൊണ്ട് നിർത്തി. അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നാൽ കൊളുക്കുമല വ്യൂ പോയിൻ്റ് എത്തും. അവിടെ നിന്നാണ് എല്ലാവരും സൂര്യോദയം കാണുന്നത്. ഈ വ്യൂ പോയിന്റിൽ തന്നെയാണ് മീശപ്പുലിമലയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്ന സിംഗപ്പാറയുള്ളത്. ഞങ്ങൾ വെളുപ്പിന് കൃത്യസമയത്ത് തന്നെ ഇറങ്ങിയതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ കൊളുക്കുമല വ്യൂ പോയിന്റിൽ എത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേയും അത് കഴിഞ്ഞുള്ള മികച്ച കാഴ്ചകൾ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു.
തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ബോഡിനായ്ക്കന്നൂർ മുനിസിപ്പാലിറ്റിയിലാണ് സമുദ്രനിരപ്പിൽ നിന്നും 8000 അടിയോളം ഉയരത്തിലുള്ള കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള തേയിലത്തോട്ടങ്ങളും കൊളുക്കുമലയിലാണുള്ളത്. ഏകദേശം ഒരു 75 വർഷത്തോളം പഴക്കമുള്ള ഒരു തേയില ഫാക്ടറിയും കൊളുക്കുമലയിലുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 8651 അടി ഉയരമുള്ള മീശപ്പുലിമലയും 6980 അടി ഉയരമുള്ള തിപ്പാടമലയും കൊളുക്കുമലയുടെ പ്രാന്തപ്രദേശങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്ററോളം ഉണ്ട് കൊളുക്കുമലയിലേക്ക്. നിലവിൽ കേരളത്തിൽ നിന്ന് മാത്രമാണ് കൊളുക്കുമലയിലേക്ക് റോഡ് മാർഗമുള്ള പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ സിംഗപ്പാറ. കാഴ്ചയിൽ തന്നെ ഒരു പുലിയുടെ തലയോട് സാമ്യമുള്ളതുകൊണ്ടായിരിക്കണം ഇതിന് സിംഗപ്പാറ എന്ന പേര് വന്നത്. ഒരു മണിക്കൂറോളം കൊളുക്കുമലയിലെ കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം തിരികെ ഞങ്ങൾ റൂമിലേക്ക് യാത്രയായി. കയറിപ്പോയ വഴിയിലെ കാഴ്ചകളെല്ലാം അതിമനോഹരമായിരുന്നെന്ന് വെളിച്ചം വീണപ്പോഴേക്കാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ആടിയുലഞ്ഞ് മുന്നിൽ പോകുന്ന ജീപ്പുകളുടെയും തേയിലത്തോട്ടത്തിൻ്റെയും ഭംഗിയും കണ്ടുകൊണ്ടായിരുന്നു തിരികെയുള്ള ഞങ്ങളുടെ യാത്ര. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ഞെക്കി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.